بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب يسر ولا تؤسر رب زدنا علما وحلما وفهما وعقلا وحفظا وأدبا كاملا رب تمم بالخير والسعادة اللهم اكرمنا بنور العلم وبسرعة الفهم أعذنا من ظلمات الوهم والجهل اغفر لنا ولوالدينا لمشايخنا لأساتذتنا لجميع المسلمين. നിസ്കാരത്തിന്റെ ഫർളുകൾ 3 ഞാൻ പറഞ്ഞു. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക ഫർള് നിസ്കാരത്തിൽ. ഇനി നമുക്ക് 4ാമത്തെ ഫർളിലേക്ക് കടക്കാം. റാബിഉഹ, നിസ്കാരത്തിന്റെ അർക്കാനുകളിൽ 4ാമത്തേത് ഖിറാഅത്തു ഫാത്തിഹത്തിൻ കുല്ല റക്അത്തിൻ, എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതലാണ്. ഐ ഫി ഖിയാമിഹ, അതായത് നൃത്തത്തിൽ, എല്ലാ റക്അത്തിലും നൃത്തത്തിൽ ഫാത്തിഹ ഓത. ഖബരി ശൈഖൈനി, ബുഖാരി മുസ്ലിം. അതിന് തെളിവ് എന്താണ്? നമുക്ക് ബുഖാരി മുസ്ലിമിന്റെ ഹദീസ് ഉണ്ടായതിനു വേണ്ടി. ലാ സ്വലാത്ത, നിസ്കാരമില്ല, ലിമൻ ഒരുത്തൻകലും യഖ്റഅവൻ ഓതിയിട്ടില്ല ബി ഫാത്തിഹത്തിൽ കിതാബി, ഫാത്തിഹത്തിൽ കിതാബില്, ഫീ കുല്ലി റക്അത്തിൻ, എല്ലാ റക്അത്തിലും എന്നാണ് അവിടുത്തെ ഉദ്ദേശം. ഇല്ലാ റക്അത്ത മസ്ബൂഖിൻ, പിന്തി വന്നവന്റെ റക്അത്തയ്യ, സാബിക്കല്ല. മസ്ബൂഖ്, സാബിക്കാരനെ മുന്തി വന്നാനാ, മസ്ബൂക്കാരനെ മുന്തപ്പെട്ടാള് എന്ന് പറഞ്ഞ പിന്തി വന്നാള്. അയാളുടെ റക്അത്തയ്യ, റുക്കൂക്ക് പോകാൻ നേരത്ത്, ഇമാം റുക്കൂക്ക് പോകാൻ നേരത്ത് വന്നാ പിന്നെ അന്ന് ഫാത്തിഹ ഓതണ്ട. ആ റക്അത്തിൽ ഫലാ തജിബു അലൈഹി, അവന്റെ മേൽ, അങ്ങനെയുള്ള മസ്ബൂക്കിന്റെ മേൽ നിർബന്ധമില്ല ഫാത്തിഹ ഓതൽ. ഫലാ തജിബു, ഫാത്തിഹ നിർബന്ധമില്ല, അലൈഹി, ആ മസ്ബൂക്കിന്റെ മേലിൽ, ഫിഹ, ആ റക്അത്തിൽ, ഹൈസുലം യുദിരിക്, അവൻ എത്തിക്കാത്ത സ്ഥലത്ത്, ഹൈസുല എന്ന സ്ഥലത്ത് എന്നാണ്. ഹൈസുലം യുദിരിക്, അവൻ എത്തിക്കാത്ത സ്ഥലത്ത്, സമൻ ഒരു സമയം, യസഉൽ ഫാത്തിഹത്ത, ഫാത്തിഹക്ക് വിശാലമാകുന്ന, മിൻ ഖിയാമിൽ ഇമാം, ഇമാമിന്റെ നൃത്തത്തിൽ, ഇമാമ് റുക്കൂക്ക് പോണ മുമ്പ് നൃത്തം, ഇമാമിന്റെ ആ നൃത്തത്തില്, ഇമാം റുക്കൂക്ക് പോണ മുമ്പ് ഫാത്തിഹക്ക് വിശാലമായിട്ട് കിട്ടാത്ത ആൾക്കാണ് മസ്ബൂക്ക് എന്ന് പറയാം. അങ്ങനെയുള്ള മസ്ബൂക്കിന് ഫാത്തിഹ ഓതൽ നിർബന്ധമില്ല. ഇവന് തക്ബീർ ചൊല്ലിയപ്പോത്തനും ഇമാം റുക്കൂക്ക് പോയിട്ടുണ്ടാവും. വലൗ ഫി കുല്ലി റക്അത്തി, അത് എല്ലാ റക്അത്തിലും അങ്ങനെ വരാം. ഇവന് കൂടിയ ആദ്യത്തെ റക്അത്തിൽ മാത്രമല്ല, എല്ലാ റക്അത്തിലും മസ്ബൂക്ക് ആകാം, എല്ലാ റക്അത്തിലും ഫാത്തിഹയും ഒഴിവാകാം. അതെങ്ങനെ പഠിച്ചനെ? ലി സബ്ഖിഹി, അത് ഇമാമ് മുൻകടന്നതിന് വേണ്ടി, ഫിൽ ഊല, ഒന്നാം റക്അത്തിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു ഇമാമ് ആദ്യം വന്നിട്ടുണ്ട്, ഇവന് കുറച്ചു നേരം വൈകി വന്നു, ഇമാമ് മുൻകടന്നിട്ടുണ്ടായതിനു വേണ്ടി, ഫിൽ ഊല, ഒന്നാം റക്അത്തിൽ. വതഖല്ലുഫിൽ മഅ്മൂമി, എന്നിട്ട് മഅ്മൂമ് എന്തായി, മഅ്മൂമ് പിന്തുന്നതിന് വേണ്ടി, മഅ്മൂമ് ബാക്കിലേക്ക് ആവുന്നതിന് വേണ്ടി, അൻഹു, ഇമാമിനെ തൊട്ട്. അതെങ്ങനെ? 2 റക്അത്തിലുള്ള കഥ പറയുന്നത്. 2 റക്അത്തിലും ഫാത്തിഹ ഒഴിവാകുന്ന രൂപം. തഖല്ലുഫിൽ മഅ്മൂമി, മഅ്മൂമ് ബാക്കേട്ട് പിന്തി, അൻഹു, ഇമാമിന് തൊട്ട് പിന്തി, ബിസഹ്മത്തിൻ, തിക്ക് കാരണമായിട്ട്, ഭയങ്കര തിക്ക്, തിരക്കിലാണ് നിസ്കാരം നടക്കുന്നത്. അപ്പോ റുക്കൂക്കും സുജൂദുക്കൊന്നും പോകാൻ കഴിയണില്ല. അങ്ങനെ ആളുകൾ ഓരോരുത്തർ അങ്ങനെ പോകണ്ടേ, അങ്ങനെ ഇവൻക്ക് പോകാൻ കഴിയാതെ അവൻ സാവധാനം പോണത്. അപ്പൊ തിക്ക് കാരണമായിട്ട് മഅ്മൂമ് ഇമാമിനെ തൊട്ട് പിന്ത. അടുത്ത റക്അത്തിലേക്ക് ഇമാമ് എഴുന്നേറ്റ് ഫാത്തിഹയും സൂറത്തൊക്കെ ഇമാമ് ഓതി കഴിഞ്ഞിട്ടോ ഇവന് അപ്പോഴൊക്കെ നൃത്തത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇവന് ആദ്യത്തെ റക്അത്തിലെ റുക്കൂവും ഇത്തിദാലും സുജൂദൊക്കെ കഴിഞ്ഞു വന്നപ്പോത്തിന് ഇമാമ് 2ാം റക്അത്തിലെ ഫാത്തിഹയും സൂറത്തൊക്കെ ഓതിയിട്ട് റുക്കൂക്കിലേക്ക് പോകാനായി. അപ്പൊ അവന് എന്തായി നിന്ന്, അപ്പോഴാണ് ഇവൻ അടുത്ത റക്അത്ത്, ആ 2ാം റക്അത്തിലേക്ക് എഴുന്നേറ്റത്. അതാണ് ബിസഹ്മത്ത്, തിക്ക് കാരണമായിട്ട്. ഔ നിസിയാനി, അല്ലെങ്കിൽ മഅ്മൂമ് മറന്നത് കാരണമായിട്ട്. മഅ്മൂമ് 1ാം റക്അത്തില് അല്ലെങ്കിൽ റുക്കൂയിലോ സുജൂദിലോ മറന്നുപോയി. മഅ്മൂമ് അങ്ങനെ എന്തായി, ഇമാമ്
അടുത്ത റക്കാത്തിലെ ഫാത്തിഹയും സൂറത്തും കഴിയാൻ നേരത്താണ് മഅ്മൂമ് ഇമാമ് കഴിയാൻ നേരത്താണ് മഅ്മൂമ് രണ്ടാം റക്കാത്തിലെ ഖിയാമിലേക്ക് വന്നത്, നൃത്തത്തിലേക്ക് വന്നത്. എന്താ സംഭവം ഉണ്ടായത്? മഅ്മൂമ് മറന്നതാ. മഅ്മൂമ് സുജൂദിൽ അങ്ങനെ മറന്നുപോയി. അവിടെ അങ്ങനെ കിടന്ന്. അല്ലെങ്കിൽ ഒന്നാം റക്കാത്തിലെ ഖിയാമില് മറന്ന് എവിടാ മറതി സംഭവിച്ചിക്കണ്. മഅ്മൂമ് ശ്രദ്ധ ഇല്ലാതെ അങ്ങനെ വഫലാന്റെ മാതിരി അടുത്ത റക്കാത്തിലെ ഫാത്തിഹക്ക് സമയം കിട്ടിയില്ല എത്തിയപ്പോത്തിന്. ഔ നിസിയാന് മഅ്മൂമ് മറന്നത് കൊണ്ട്, ബിസഹ്മത്ത് വന്നിരിക്ക തിക്ക് കൊണ്ട്, പിന്തും ഔ നിസ്യാന് മറതി കൊണ്ട്, ഔ ബുത്തേ ഹർക്കത്തിന് അല്ലെങ്കിൽ മഅ്മൂമിന് ഇളക്കം സാവകാശമായവനായതിന് വേണ്ടി. മഅ്മൂമിന് സ്പീഡില് ഇമാമിന്റെ കൂടെ പോകാൻ കഴിയണില്ല. മഅ്മൂമ് ഒരച്ച പ്രായമൊക്കെ ആളാ. അപ്പൊ വല്ല ഒരു കാലൊക്കെ വളയുള്ളൂ. അങ്ങനെ ഹർക്കത്ത് സാവകാശം ഇളകുന്ന ആളാണ് റുക്കൂലേക്കും സുജൂദിലേക്കും. അപ്പൊ അടുത്ത റക്കായത്തില് ഇമാമിന്റെ കൂടെ അങ്ങോട്ട് എത്തിയില്ല. ഇമാമ് ഫാത്തിഹ സൂറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഖിയാമിലേക്ക് നൃത്തത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഇളക്കം സാവകാശമായതിനു വേണ്ടി, അല്ലെങ്കിൽ ഖിറാഅത്ത് അവിടെ സറഹിൽ പറയുന്നുണ്ട്, മറ്റു കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഓത്ത് മഅ്മൂമ് ഭയങ്കര സ്ലോ ഓത്താ. അപ്പൊ ഇമാമ് കുറച്ചും കൂടി ഉഷാറിൽ ഓതും. അപ്പൊ മഅ്മൂമ് എന്തായില്ല, അടുത്ത റക്കായത്തിലെ ഫാത്തിഹക്ക് ഇമാമിന്റെ കൂടെ എത്തിയില്ല. മഅ്മൂമ് ആദ്യത്തെ റക്കായത്തിലെ ഫാത്തിഹനെ മൂപ്പര് ഓതി കഴിഞ്ഞിട്ടില്ലേ. അങ്ങനെ സാവകാശം ഓതുന്ന ആളാ. ഫലം യക്കും മഅ്മൂമ് എഴുന്നേറ്റില്ല മിന സുജൂദി, അതാ പറഞ്ഞത്. അപ്പൊ തഖല്ലുഫിൽ മഅ്മൂമി പിന്തിയതിന് വേണ്ടിയും എല്ലാ റക്കായത്തിലും പിന്താം, ഫാത്തിഹക്ക് സമയം കിട്ടാതിരിക്കുക. അപ്പൊ ഫാത്തിഹ ഓതണ്ട. അൻഹു ഇമാമിനെ തൊട്ട് ബിസഹ്മത്തി തിക്ക് കൊണ്ടോ ഔ നിസിയാനി മറതി കൊണ്ടോ ഔ ബുത്തിയ ഹർക്കത്തിൻ ഇളക്കം സാവകാശമായതിനു വേണ്ടിയോ അല്ലെ ഖിറാഅത്ത് സാവകാശമായതിനു വേണ്ടിയോ ഫലം യക്കും മിന സുജൂദി, മഅ്മൂമ് സുജൂദൊന്നും കെട്ട് രണ്ടറക്കായത്തില് സുജൂദൊന്നും കെട്ട് എഴുന്നേറ്റില്ല. രണ്ടറക്കായത്തുനിന്ന് മാത്രല്ല, ഫീ കുല്ലിറക്ക എല്ലാ റക്കായത്തിലും അങ്ങനത്തെ സംഭവിച്ചു. എല്ലാ റക്കായത്തിലും സുജൂദൊന്നും എഴുന്നേറ്റില്ല. ഫീ കുല്ലിറക്കാത്തിൽ ഏത് സുജൂദൊന്നും എഴുന്നേറ്റില്ല? മിമ്മ ബഅദഹ, മിമ്മ ഒരു റക്കായത്തിൽ നിന്നുള്ള സുജൂദെന്ന്, മിമ്മ ഒന്നിനാൽ, ബഅദഹ ഒന്നാം റക്കായത്തിന് ശേഷമുള്ള ഒന്നിനാൽ. എല്ലാ റക്കായത്തിലും മഅ്മൂമ് സുജൂദൊന്നും എഴുന്നേറ്റില്ല. അത് ഏത് റക്കായത്ത്? മിമ്മ ഒരു റക്കായത്തിനാൽ. അങ്ങനെ വെക്കാം. മിമ്മ ഒന്നിനാൽ, ബഅദഹ ഒന്നാം റക്കായത്തിന് ശേഷമുള്ള ഒന്നിനാൽ. എപ്പോഴല്ലാതെ ഇല്ലാ വൽ ഇമാമു റാക്കിഉൻ, ഇമാമ് എവിടെ എത്തിക്കണ്? റുക്കോയിലേക്ക് എത്തിയിട്ടല്ലാതെ മഅ്മൂമ് സുജൂദൊന്നും അതിന്റെ മുമ്പത്തെ റക്കായത്തിലെ സുജൂദൊന്നും എഴുന്നേൽക്കണില്ല. ഫയതഹമ്മലുൽ ഇമാം, ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഇപ്പൊ ഒന്ന് സാബിക്കാകാം, ഇമാമ് മുൻകടക്ക്, മഅ്മൂമ് പിന്തി വന്നതാണ്, അല്ലെങ്കിൽ തിക്ക്, അല്ലെങ്കിൽ മറതി, അല്ലെങ്കിൽ ബുത്ത് ഹർക്കത്ത്, അല്ലെങ്കിൽ ബുത്തുൽ ഖിറാ. 5 രൂപങ്ങളാ പറഞ്ഞല്ലേ. ഫയതഹമ്മലുൽ ഇമാമു, അപ്പൊ ഇമാമ് വഹിക്കുന്നതാണ് ഈ ഘട്ടങ്ങളിലൊക്കെ. അൽ മുതദഖിർ, ശുദ്ധിയുള്ള ഇമാമ്. ഇമാമ് ആളെ പറ്റിച്ച ഇമാമാണെങ്കിലല്ല, അല്ലെങ്കിൽ ഇമാമ് എന്തല്ല ഒന്നുമില്ലാതെ വന്ന് നിസ്കരിച്ച ഇമാമാ, അങ്ങനെയുള്ള ഇമാമല്ല. മറിച്ച് ശുദ്ധിയുള്ള ഇമാമ് ചുമക്കും. ഫയതഹമ്മലുൽ ഇമാമുൽ മുതദഖിർ, ശുദ്ധിയുള്ള ഇമാമ് ചുമക്കും. ഫീ ഗൈരി റക്അത്തി സായിദത്തി, അപ്പൊ ഇമാമ് എന്താക്കും? അൽ ഫാത്തിഹത്താന്ന് പറയുന്നുണ്ട്. ഫാത്തിഹയെ ഇമാമ് ഇവിടക്ക് ചുമക്കും. ഏത് റക്അത്തിൽ? എല്ലാവരും. ഫീ ഗൈരി റക്അത്തി സായിദത്തി, ഇമാമ് ഏറെ റക്അത്ത് നിസ്കരിക്കുന്നത് ഒഴികെയുള്ളതിൽ, ഇമാമ് ഏറെ റക്അത്ത് അല്ലാത്തതിലാണ് ചുമക്കുള്ളൂ. ഒരു ഇമാമ് അറിയാതെ 5 റക്അത്തോ 6 റക്അത്തൊക്കെ നിസ്കരിക്കാണെന്ന് കൂട്ടാ ലോഹർ. അപ്പൊ ഇവന് വന്നത് 5ാമത്തെ റക്അത്തിലാ. 6 റക്അത്ത് ഇതുപോലെ ഫാത്തിഹ അവന് ആണെങ്കിൽ ശരിക്കും ഓതിയിട്ടില്ല. ഇമാമ് നേരം വൈകി വന്നിട്ട് ഇമാമ് ചുമന്നതാ, അവിടെ ഇമാമ് ചുമക്കൂല. അങ്ങനെയുള്ള റക്അത്തിലാണ് നേരം വൈകി വന്നതെങ്കിൽ അവിടെ ഇമാമ് ചുമക്കൂല ആ റക്അത്ത്. അപ്പൊ അത് ഫാത്തിഹ ചുമക്കാത്ത റക്അത്ത. ഫീ ഗൈരി റക്അത്തി സായിദ, 5ാമത്തെ റക്അത്തില് നേരം വൈകി വന്ന മസ്ബൂക്കായ ആളുടെ ഫാത്തിഹ ഇമാമ് ചുമക്കൂല. അപ്പൊ 5ാമത്തെ റക്അത്താണ് ഇമാമിന്റെതെന്ന് മനസ്സിലായാല് മസ്ബൂക്ക് അങ്ങനെ
പിന്തി വന്നാള് എന്താകാൻ പറ്റൂല. ഫാത്തിഹ ഇമാമ് ചുമന്നു എന്ന് വെച്ചിട്ട് ആ റക്കാത്ത് ഇമാമിന്റെ അത് കൂട്ടാൻ പറ്റൂല. വേറെ അപ്പൊ എക്സ്ട്രാ റക്കാത്ത് സ്കരിക്കേണ്ടി വരും. അഞ്ചാമത്തെ റക്കാത്തിലാ വന്നത് എങ്കില് ആ റക്കാത്ത് ഇമാമ് വഹിക്കൂല, ആ ഫാത്തിഹ ഇമാം വഹിക്കൂല. അപ്പൊ അത് മനസ്സിലാക്കണം. റക്കാത്ത് സായിദത്ത് ഇമാമ് ഏറെ റിസ്കരിച്ച റക്കാത്തിലൊഴികെ അതിലല്ല, ഏതായിരിക്കട്ടെ തഹമ്മലുൽ ഇമാമു തതക്കറു ശുദ്ധിയുള്ള ഇമാമ് ചുമക്കും. സായിദ റക്കാത്ത് അല്ലാത്തോടത്ത് അൽ ഫാത്തിഹയെ ചുമക്കും. ഔ ബഖിയത്തഹ അല്ലെങ്കിൽ ഫാത്തിഹ മുഴുവനും ചുമക്കും, അല്ലെങ്കിൽ ഫാത്തിഹയിൽ നിന്നുള്ള ബാക്കിയുള്ളതിന് ചുമക്കും. കുറച്ച ഫാത്തിഹ കിട്ടും ചിലപ്പോ ഏതിനെ സ്വറാത്ത് എത്തിയപ്പോ തന്നെ ഇമാം റുക്കൂക്ക് ആയതാണെങ്കിൽ അപ്പൊ അത്രയും കിട്ടിയല്ല. ഔ ബഖിയത്തഹ ചിലപ്പോ ബാക്കിയുള്ളതിനെ ചുമക്കും. അൻഹു ഇവനെ തൊട്ട്, അല്ലെങ്കിൽ ഫാത്തിഹയിൽ നിന്നും വേണ്ട. ഔ ബഖിയത്ത ബാക്കിയുള്ളതിനെ ചുമക്കും, അല്ലെങ്കിൽ ഫാത്തിഹയെ തന്നെ ചുമക്കും. ഫാത്തിഹയിൽ നിന്ന് ബാക്കിയുള്ളതിനെ ചുമക്കും. അൻഹു ആ മഅ്മൂമിനെ തൊട്ട്. ഇനി അവിടെ മറ്റൊരു കാര്യം കൂടി പറയാം. വലോ തഅഖറ മസ്ബൂക്കുൻ, പിന്തി വന്നാള്, നേരം വൈകി വന്നാള് പിന്തിയാല്, ലം യസ്തഗിൽ ബി സുന്നത്തിൻ, അവൻ സുന്നത്ത് കൊണ്ടൊന്നും ജോലി ആയതൊന്നല്ല. കുറച്ചു നേരം വൈകിയ വന്നത്, ഇമാം റുക്കൂക്ക് പോകാന് സമയമായിക്കണ്, അപ്പോഴാണ് ഇവൻ എത്തിയത്. റുക്കൂയിലേക്ക് ഇമാം പോകാൻ നിൽക്കുക. ഫലോ താഖറ മസ്ബൂക്ക് പിന്തിയാണ് വന്നത്. ലം യസ്തഗിൽ, അങ്ങനെ വന്നിട്ട് തക്ബീറൊക്കെ കെട്ടിയിട്ട് അവൻ ജോലി ആയിട്ടൊന്നുമില്ല. ബി സുന്നത്തിൻ, സുന്നത്തെടുക്കൽ കൊണ്ട് വജ്ജഹത്തൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. നേരെ ഫാത്തിഹന് തുടങ്ങി. സുന്നത്ത് കൊണ്ട് അല്ല. വലോ താഖറ മസ്ബൂക്ക് ബാക്കിൽ വന്നാൽ ലം യസ്തഗിൽ, മസ്ബൂക്ക് എന്താ ആവരുത്, ജോലി ആവരുത്. ലം യസ്തഗിൽ, ജോലി ആവരുത്. ബി സുന്നത്തിൻ, സുന്നത്ത് കൊണ്ട്. ലിഇത്മാമിൽ ഫാത്തിഹത്തി, ഫാത്തിഹ പൂർത്തിയാകാനുള്ളത് കൊണ്ട് എന്തുകൊണ്ടൊന്നും ജോലിയാകരുത് മസ്ബൂക്ക്. വജ്ജഹത്തൊന്നും ഓതാൻ നിൽക്കരുത്, അല്ലെങ്കിൽ തന്നെ നേരമില്ല, പിന്നെ നേരം വേഗം വന്നത്, അങ്ങനെയാള് സുന്നത്ത് കൊണ്ട് ജോലിയാവരുത്. ഫലം യുദിരിക്കൽ ഇമാമ, അങ്ങനെ സുന്നത്ത് കൊണ്ട് ജോലി ആവാതിരിക്കുമ്പോൾ ഫലം യുദിരിക്കൽ ഇമാമ, ഇമാമിനെ ഇങ്ങോട്ട് എത്തിച്ചില്ല. ഇല്ലാ വഹുവ മുഅ്തദിൽ, ഇമാം അപ്പോത്തിന് ഇഅ്തിദാലിലേക്ക് വന്നു. മസ്ബൂക്ക് പിന്തി വന്ന ആള് നേരെ ഫാത്തിഹ കൊണ്ട് തന്നെ ജോലി ആയത്, പക്ഷെ ഫാത്തിഹ ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല. ഫലം ഇദ്രിക്കൽ ഇമാമ, ഇമാമിനെ അവൻ എത്തിച്ചില്ല. ഇല്ലാ വഹുവ മുഅ്തദിലുൻ, ഇമാമ ഇഅ്തിദാലിലായിരിക്കല്ലാതെ. ഇമാമ ഇഅ്തിദാലിലേക്ക് ഉയർന്നതിന് ശേഷമാണ് ഇവർ റുക്കോയിലേക്ക് പോകുന്നത്, ഇമാമിനെ എത്തിക്കുന്നത്. ലഗത്ത് റകാത്തുഹു, അവന്റെ റക്കാത്ത് നഷ്ടമായി, ആ റക്കാത്ത് കിട്ടൂല. അപ്പൊ എവിടെ ഇമാമിന്റെ കൂടെ എത്തണം? ഈ മസ്ബൂക്കായ ആള്, പിന്തി വന്ന ആള്, അതേ മസ്ബൂക്കായ ആളാണ്. നേരം വൈകി വന്ന ആളെ ആ റക്കാത്ത് ഇമാം കിട്ടണമെങ്കിൽ, മസ്ബൂക്കിനെ പറ്റി മാത്രമാണ്, നേരത്തെ പറഞ്ഞല്ല. ഏതായിരിക്കട്ടെ, ഇഅ്തിദാലിലേക്ക് ഇമാം പോകുന്ന മുമ്പ് ഇമാമിന്റെ കൂടെ എത്തേണ്ടതാണ് എന്ന വിഷയം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്തത് ബാക്കി.